ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ആത്മീയ ജീവിതം പരിശോധിക്കാനും യേശുവിൻ്റെ സ്നേഹത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കാനുമുള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം. അതിനായി 2 മനുഷ്യ സ്വഭാവങ്ങളാണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ദൈവസ്നേഹത്തെക്കാൾ സ്വാർത്ഥതയെ മുൻതൂക്കമിട്ട യൂദാസ് കറിയോത്ത. 2, മനുഷ്യനായ തൻ്റെ പരിമിതികളെ തിരിച്ചറിയാതെ തനിക്ക് സകലവും സാധിക്കുമെന്ന് വിചാരിച്ച ശിമയോൻ പത്രോസ്. യേശു സുവിശേഷത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ചില ചിന്തകൾ. ആദ്യത്തേത്, സ്വാർത്ഥ ലാഭത്തിനായി വിശ്വാസത്തിനെ വിട്ടു നൽകരുത്. ഇന്ന് പലരും അധികാരം, പണം, പ്രശസ്തി എന്നിവയ്ക്കായി ആത്മീയ മൂല്യങ്ങളെ വിട്ടു നൽകുന്നു. ഈ പ്രവണതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. രണ്ടാമതായി, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വാഗ്ദാനങ്ങളെ മാത്രം ആശ്രയിക്കരുത്. പത്രോസ് ആത്മവിശ്വാസത്തോടെ യേശുവിനൊപ്പം മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അവനെ തള്ളിപ്പറഞ്ഞു. ആശയങ്ങളിൽ മാത്രമല്ല, കഠിന സമയങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അവസാനമായി, വിശ്വാസ ജീവിതം ബുദ്ധിമുട്ടുകൾ നേരിടും. പക്ഷേ ദൈവം നമ്മെ കൈവിടില്ല. യേശുവിൻ്റെ വിയോഗം ശിഷ്യന്മാരെ ഭയപ്പെടുത്തിയത് പോലെ നമ്മുടെയും ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ വരാം. പക്ഷേ ദൈവഹിതം എല്ലായ്പ്പോഴും നല്ലതിനായിരിക്കും എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവം നമ്മുടെ വീഴ്ചകളേക്കാൾ വലിയവനാണ്. വീഴ്ചകളിൽ നിന്നും എഴുന്നേറ്റ് അവിടുത്തെ പിന്തുടരാനാണ് കുമ്പസാരമെന്ന മഹത്തായ കൂദാശ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ കുമ്പസാരിച്ച് വീഴ്ചകളെ ഉയർച്ചകളാക്കി അവിടുത്തെ നമുക്ക് പിന്തുടരാം. അതിനായി ദൈവം നമ്മെ ശക്തരാക്കട്ടെ.